ഞാൻ എൻ്റെ കൂട്ടുകാരനോടൊപ്പം പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ശിവക്ഷേത്രത്തിലോട്ടാണ്. എൻ്റെ നാട് ഭരതന്നൂരാണ്. തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ പാലോട് കഴിഞ്ഞുള്ളൊരു സ്ഥലമാണ് ഭരതന്നൂർ. അപ്പോൾ നമ്മുടെ ഭരതന്നൂർ ശിവക്ഷേത്രത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ബർത്ത്ഡേ പ്രമാണിച്ച് പോയ ഒരു ചടങ്ങാണിത്. സാധാരണ ഞാൻ ബർത്ത്ഡേ വയ്ക്കും അതുപോലെ ചെണ്ടമേളത്തിന് മാത്രമേ അമ്പലത്തിൽ പോകാറുള്ളൂ. എൻ്റെ കൂട്ടുകാരൻ കുളിക്കാത്തതുകൊണ്ട് അവ അമ്പലത്തിൽ കയറിയില്ല. പിന്നെ ഞാൻ ഐസാ കയറി. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഇപ്പം പൊട്ടിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണിത്. ഞാൻ ഇങ്ങനെ ചന്ദനക്കുറിയൊക്കെ ഇട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പൂ വരണത് നമ്മളിങ്ങനെ എടുത്ത് ചെവിയിൽ വയ്ക്കും. ഇതിൻ്റെ ഐതിഹ്യം ഒന്നും എനിക്കറിയത്തില്ല. എന്നാലും നമ്മളിങ്ങനെ പൂവൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട്. പിന്നെ ഇത് ബേക്കിലോട്ടൊരു കുളക്കാക്ക പറന്നിറങ്ങിയാണ്ട. നമ്മളിവിടെ കുളക്കാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ചില സ്ഥലത്ത് നീർക്കാക്കി എന്നൊക്കെ പറയും. പുള്ളിക്കാരൻ വെള്ളത്തിൽ ഇറങ്ങി വേണ്ട രീതിയിൽ മീൻ തപ്പിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഈ ഒരു അമ്പലക്കുളത്തിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നല്ല ആഴമുള്ള കുളമാണ്. അപ്പം കൊച്ചിയിലേക്ക് നമ്മളിവിടെ വന്നിട്ട് പൊരിയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോഴും പൊരി ഇടുന്നവരുണ്ട്. ഇതിനെ നെടുമീൻ എന്നാണ് പറയാറ്. ഇതിനൊക്കെ വലിയ മീൻ കുറേ ഉണ്ട് കേട്ടോ. കുഞ്ഞുനാട്ടിലൊക്കെ ഇങ്ങനെ മീൻ കാണാൻ നേരത്ത് അമ്മ പറയും ഇങ്ങനെ മീൻ ചൂണ്ടിക്കാണിച്ചിടുന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴേ ഇത് ഒരു പൊത്തിനകത്തോട്ടെ ഒരു മീനെ കൊണ്ട് കയറ്റിക്കൊണ്ടിരിക്കുക ഒരു പുളവായി. അതിനെ നീർക്കോലി എന്ന് പറയും. പുള്ളിക്കാരൻ നോക്കിയിട്ട് അതിനെ കയറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഇട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് എങ്ങനെയൊക്കെയോ ആ നീർക്കോലി ആ പൊത്തിൻ്റെ അകത്ത് കയറിപ്പോയി. എന്നിട്ടും മീൻ ദാ ഇപ്പോഴും വെളിയിൽ കിടക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ആ മീൻ തട്ടിപ്പറിക്കാൻ വേണ്ടി വേറൊരു പുളവനും കൂടെ വന്നു. ഈ രണ്ട് പുളവനും അവിടെ കിടന്ന് ഭയങ്കര ബഹളം തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു കുളത്തിലെ കാഴ്ചകളെ കാണാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെരപ്പരൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. നല്ല വെയിലടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ വെയിലടി കൂടുന്നതിന് മുന്നേ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഞാനും അച്ഛനും കൂടെ നൈസാ നടന്നുകൊണ്ടിരിക്കുവാണ്. നല്ല രീതിയിൽ വെയിൽ മുഖത്ത് തന്നെ അടിക്കുവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാരെ കിട്ടിയായിരുന്നു. അവളങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിൽ പിന്നെ അവളടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലോട്ട് കയറിപ്പോയി. ഇതാണ് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ്. അങ്ങനെ ഞാൻ അവിടെ വന്ന് ഇരുന്നിട്ട് നമ്മുടെ മെസ്സേജൊക്കെ വരുമല്ലോ, ബർത്ത്ഡേ ആവാൻ നേരത്ത് ഈ മെൻഷനൊക്കെ അടിച്ച് സ്റ്റോറീസൊക്കെ വരുമല്ലോ. അങ്ങനെ ആ സ്റ്റോറി എല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കുക. ഇൻസ്റ്റയിൽ കയറി സ്റ്റോറി കണ്ടപ്പം ഒരുപാട് പേര് സ്റ്റോറി ഇട്ടേക്കണം. ഞാൻ തലേ ദിവസം തന്നെ ഒരു പുതിയ ഫോട്ടോ എടുത്തങ്ങ് ഇട്ടായിരുന്നു. പിന്നെ പഴയ ഫോട്ടോയ്ക്ക് അങ്ങ് ഹൈഡ് ചെയ്തു. ഞാനിപ്പോൾ എൻ്റെ പുതിയ ഫോട്ടോയാണ് എല്ലാവരും സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ബർത്ത്ഡേ ഒക്കെ ആവാൻ നേരത്തെ വിഷ് ചെയ്യാത്ത ആൾക്കാർ വിഷ് ചെയ്യും. ചിലപ്പം അവർ നമ്മുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ആയിരിക്കും വിഷ് ചെയ്തിരിക്കുന്നത്. അവരൊക്കെ നമുക്ക് വിഷ് ചെയ്യുന്നൊരു പ്രത്യേക ദിവസം ഒരു ബർത്ത്ഡേ. അപ്പം നമുക്ക് ആദ്യമൊക്കെ ബർത്ത്ഡേ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. ഇപ്പം നമുക്ക് ബർത്ത്ഡേ എന്നൊക്കെ കേൾക്കുമ്പം എല്ലാ ദിവസവും പോലത്തെ ഒരു ദിവസം. അല്ലാതെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയില്ല. പിന്നെ ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് പ്രായം കൂടി വരുന്നു. ആ ഒരു ചിന്തയാണ്. അപ്പം നിങ്ങളുടെ ബർത്ത്ഡേക്ക് ആരും സ്റ്റോറി ഇടാതിരിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ നിങ്ങളുടെ ബർത്ത്ഡേ ആൾക്കാർ മറന്നു പോകുന്നുണ്ടെങ്കിലോ അത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട. ഒരുപക്ഷെ നമ്മൾ അവർ മറന്നു പോയതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ അവർ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് അവർ നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മളും ജോലി തിരക്കായി ബിസി ആയിരിക്കും. അവരും നമ്മളെപ്പോലെ ബിസി ആയിരിക്കും. അങ്ങനെ മനുഷ്യൻ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളിൽ ഇതും ഉൾപ്പെടും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു വ്ളോഗാണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിനെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കുക.